ഓണമിങ്ങെത്തി. പൂക്കളവും പുത്തനുടുപ്പും ഒക്കെയായി നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു. പക്ഷേ ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ചിത്രം ഏതാണ്? സംശയമില്ല, തൂഷ്യനിലയിൽ വിളമ്പിയ ഒരു ഗംഭീരൻ ഓണസദ്യയുടേതാണ്. എന്നാൽ തിരക്കേറിയ ഈ ജീവിതത്തിൽ 20-25 കൂട്ടം കറികളൊക്കെ ഉണ്ടാക്കി ഒരു സദ്യ ഒരുക്കുക എന്നത് എല്ലാവർക്കും എളുപ്പമുള്ള കാര്യമാണോ? ഇവിടെയാണ് ഓണസദ്യ കാറ്ററിംഗ് ഒരു വലിയ ബിസിനസ്സായി മാറുന്നത്. ഒരു ഫോൺ കോളിലോ അല്ലെങ്കിൽ ഒരു ക്ലിക്കിലോ നമ്മുടെ വീട്ടുമുറ്റത്ത് സദ്യ എത്തും. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ സദ്യ പാക്കേജുകൾക്ക് പിന്നിലെ കണക്കുകൾ എന്തൊക്കെയാണെന്ന്? ഒരാൾക്ക് എന്ത് വില വരും? എന്തുകൊണ്ടാണ് ഓരോ സ്ഥലത്തും ഓരോ വില? ഈ വർഷം സദ്യക്ക് വില കൂടുമോ? നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് വിലയുടെ കാര്യം എടുക്കാം. ഓണസദ്യയുടെ വില കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും. ഒരാൾക്ക് 150 രൂപയ്ക്ക് സദ്യ നൽകുന്ന സാധാരണ കാറ്ററിംഗ് യൂണിറ്റുകൾ മുതൽ 2000 രൂപയും അതിനു മുകളിലും വാങ്ങുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ വരെ ഇന്ന് കേരളത്തിലുണ്ട്. എന്താണ് ഈ വില വ്യത്യാസത്തിന് കാരണം? പ്രധാനമായും 3 കാര്യങ്ങളാണ്. 1. വിഭവങ്ങളുടെ എണ്ണം. ഒരു സാധാരണ സദ്യയിൽ 18 മുതൽ 22 വരെ വിഭവങ്ങളാവും ഉണ്ടാകുക. എന്നാൽ പ്രീമിയം സദ്യകളിലേക്ക് വരുമ്പോൾ ഇത് 30ഉം 38ഉം കടക്കും. ഉദാഹരണത്തിന് കൊച്ചിയിലെ ഒരു സാധാരണ ഹോട്ടലിൽ 21 വിഭവമുള്ള സദ്യയ്ക്ക് 480 രൂപയാവുമ്പോൾ ഒരു പ്രമുഖ ഹോട്ടലിൽ 38 വിഭവമുള്ള സദ്യയ്ക്ക് 2000 രൂപയാണ് നികുതിയില്ലാതെ വരുന്നത്. രണ്ടാമത്തെ ഘടകം പായസമാണ്. ഒരു പായസം മാത്രമുള്ള സദ്യയും അടപ്രഥമനും പാൽപായസവും പഴപ്രഥമനും ഒക്കെയായി 3-4 പായസങ്ങൾ ഉൾപ്പെടുന്ന സദ്യയും തമ്മിൽ വിലയിൽ വലിയ അന്തരമുണ്ടാകും. മൂന്നാമത്തേത് തീർച്ചയായും ബ്രാൻഡ് നെയിം ആണ്. ഒരു പ്രമുഖ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും വില കൂടും. ഇതിനൊപ്പം അവരുടെ പാക്കിംഗ്, ഡെലിവറി തുടങ്ങിയ കാര്യങ്ങളും വിലയെ സ്വാധീനിക്കും. ഇനി ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. ഓണസദ്യക്ക് ഇത്തവണ കൈ പൊള്ളുമോ? ഉത്തരം അതെ എന്ന് തന്നെയാണ്. കാരണം ഓണക്കാലം അടുക്കുമ്പോഴേക്കും നമ്മുടെ നാട്ടിലെ പച്ചക്കറി വില റോക്കറ്റ് പോലെയാണ് കുതിച്ചു വരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ ഇത് കണ്ടതാണ്. ഈ വർഷവും അതിന് മാറ്റമൊന്നുമില്ല. ഓണം അടുക്കും മുൻപേ തന്നെ പല പച്ചക്കറികൾക്കും വില ഇരട്ടിയിലധികമായി. ഇനി സദ്യയുടെ അടിസ്ഥാനമായ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും കാര്യമെടുക്കാം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും 3 ഇരട്ടിയോളം വില വർദ്ധിച്ചിട്ടുണ്ട്. ഇത് കാറ്ററിംഗ് മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഈ വില വർധനവ് കാരണം മാത്രം ഒരു സദ്യക്ക് കുറഞ്ഞത് 100 രൂപയെങ്കിലും ഇത്തവണ കൂടാമെന്നാണ് കാറ്ററിംഗ് അസോസിയേഷനുകൾ പറയുന്നത്. കഴിഞ്ഞ വർഷം 300ഉം 350ഉം രൂപയ്ക്ക് ലഭിച്ചിരുന്ന സദ്യക്ക് ഈ വർഷം 400 മുതൽ 450 രൂപ വരെ നൽകേണ്ടി വരും. സർക്കാർ ഹോർട്ടികോപ്പ് വഴിയും മറ്റും ഓണച്ചന്തകൾ നടത്തി വില നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൊതുവിപണിയിലെ ഈ കുതിപ്പ് കാറ്ററിംഗ് സദ്യയുടെ വിലയെ തീർച്ചയായും ബാധിക്കും. അപ്പോൾ ഓണസദ്യ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? മെനു താരതമ്യം ചെയ്യുക. ഓർഡർ ചെയ്യുന്നതിന് മുൻപ് 2-3 കാറ്ററിംഗ് യൂണിറ്റുകളുടെ മെനുവും വിലയും താരതമ്യം ചെയ്യുക. എത്ര വിഭവങ്ങളുണ്ട്, ഏതൊക്കെ പായസങ്ങളുണ്ട് എന്ന് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക. മുൻകൂട്ടി ബുക്ക് ചെയ്യുക. തിരുവോണം പോലുള്ള പ്രധാന ദിവസങ്ങളിൽ സദ്യ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നേരത്തെ തന്നെ ബുക്കിംഗ് ചെയ്യുന്നതാണ് നല്ലത്. ഡെലിവറി ചാർജ്. സദ്യയുടെ വില കൂടാതെ ഡെലിവറിക്ക് അധിക ചാർജ് ഈടാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അളവ് ചോദിച്ചറിയുക. ഒരാൾക്കുള്ള സദ്യ എന്ന് പറയുമ്പോൾ ഓരോ വിഭവവും എന്ത് അളവിലാണ് ലഭിക്കുക എന്നതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ഓണസദ്യ ഇന്ന് വെറും ഒരു ഭക്ഷണമല്ല, കോടികൾ മറിയുന്ന ഒരു വലിയ ബിസിനസ്സാണ്. പച്ചക്കറി വില മുതൽ പാചകക്കാരുടെ വൈദഗ്ധ്യം വരെ പല ഘടകങ്ങൾ ചേർന്നാണ് നമ്മുടെ മുന്നിലെത്തുന്ന ഒരു ഇല സദ്യയുടെ വില നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഈ ഓണത്തിന് സദ്യ ഓർഡർ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി മനസ്സിൽ വെക്കുക. വീട്ടിലുണ്ടാക്കിയാലും പുറത്തുനിന്ന് വാങ്ങിയാലും കുടുംബത്തോടൊപ്പവും കൂട്ടുകാരോടൊപ്പവും സന്തോഷത്തോടെ സദ്യയുണ്ട് നമുക്ക് ഈ ഓണം ആഘോഷിക്കാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.